അധിക നേരം ഇവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ. പേഷ്യന്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മോളെ മാളു, അമ്മ, ഞാനെങ്ങനെയാ ഇവിടെ? എന്താ എനിക്ക് പറ്റിയത്? എന്താ അമ്മ? മോളെ, അത് തന്നെ ഞങ്ങൾക്കും അറിയേണ്ടത്. എന്താ നിനക്ക് പറ്റിയത്? എല്ലാവരുമായി സന്തോഷത്തോടെ വർത്താനം പറഞ്ഞ് ഉറങ്ങാൻ പോയതല്ലേ നീ? പിന്നെ എന്താ നിനക്ക് പറ്റിയത് മാളു? എന്താ എന്താ മാളു നീയൊന്നും മിണ്ടാത്തത്? അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷം എന്താ പ്രത്യേകിച്ച് ഉണ്ടായത്? മാളു, മോളെ, എന്താ മാളു? എന്താ നിനക്ക്? മാളു, സിസ്റ്റർ. ഇല്ല ഇല്ല, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. മാഡം പ്ലീസ് ഒന്ന് പുറത്തോട്ട് നിൽക്കും. പേഷ്യന്റ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. പ്ലീസ്. മാളവിക, ഒന്നുമില്ല, കിടന്നോളൂ, റിലാക്സ്. ജോബിൻ, നിനക്ക് കഴിക്കാൻ എടുക്കട്ടെ മോനെ? വേണ്ട മമ്മി, എനിക്കൊന്നും വേണ്ട. അതെന്താ? ഞാനില്ലാത്തതുകൊണ്ട് നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. രാത്രി കൂടി ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? വാ മോനെ, കുറച്ച് എന്തെങ്കിലും കഴിക്കേ. ഇന്ന് രാത്രി എനിക്ക് ആഹാരം ഇറങ്ങില്ല മമ്മി. നഷ്ടപ്പെട്ടു പോയ എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ മമ്മി? ജോബിൻ മോനെ, നിന്നോട് ഇതാര് പറഞ്ഞു? വന്നപ്പോ മുതല് മമ്മിയെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിൽ നിന്നും മമ്മി എന്തോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാളുവിന്റെ കാര്യത്തില് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു മമ്മി. അതുകൊണ്ടാ ഞാൻ ഡോക്ടർ സ്റ്റെല്ലയെ വിളിച്ചത്. അവരും എന്നിൽ നിന്ന് ആദ്യം എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷെ നിർബന്ധിച്ച് ചോദിച്ചപ്പോ അവർക്ക് എന്നോട് സമ്മതിക്കേണ്ടി വന്നു. അവളിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അല്ലേ മമ്മി? ഇല്ല, ഇപ്പൊ അവളൊന്നും അറിയരുത്. ഡോക്ടറും അങ്ങനെ തന്നെയാ പറഞ്ഞത്. പോട്ടെ മോനെ, ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് സമാധാനിക്ക്. അല്ലാതിപ്പോ ഞാൻ എന്തു പറഞ്ഞു ജോബിൻ നിന്നെ സമാധാനിപ്പിക്കേണ്ടത്? മമ്മി പൊയ്ക്കോ, ഞാൻ കുറച്ചേരം ഒന്ന് തനിച്ചിരിക്കട്ടെ. പ്രാർത്ഥിക്ക. ആ കുഞ്ഞിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കു ജോബിൻ.
ഹലോ ഗീത. ഡേസി, എന്താ ഹോസ്പിറ്റലാന്ന് പറഞ്ഞത്? മാളൂന് എന്താ പറ്റിയത്? സോറി ഗീത, ആ സമയത്ത് വിശദമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. മാളു ഹോസ്പിറ്റലാ. എന്താ എന്താ അവക്ക് പറ്റിയത്? അത് ഇന്നലെ മാളു അവളുടെ വീട്ടിലായിരുന്നല്ലോ സ്റ്റേ. രാത്രിയിൽ എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടറിയില്ല. രാവിലെ അശ്വതി ചായയുമായിട്ട് ചെല്ലുമ്പോ മാളു ഫെയിന്റായി കിടക്കുന്നതാ കണ്ടത്. നല്ല ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് മാളൂന്? കുഴപ്പമൊന്നുമില്ലല്ലോ? മാളൂന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ കുഞ്ഞു പോയി ഗീത. അയ്യോ എന്റെ ഈശ്വരാ, എന്താ അവള് വീഴുകയോ മറ്റോ ചെയ്തോ? അതോ? ഞാൻ പറഞ്ഞില്ലേ ഗീത, കാരണം എന്താണെന്ന് വ്യക്തമായി ആർക്കും ഒന്നും അറിയില്ല. എന്തെങ്കിലും കണ്ട് ഭയക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടായാലും ഇങ്ങനെ സംഭവിക്കാന്ന ഡോക്ടർ പറഞ്ഞത്. എങ്ങും വീണിട്ടൊന്നുമില്ലെന്ന് ഇന്ദിരാമയും അശ്വതിയും തറപ്പിച്ചു പറയുന്നു. പിന്നെന്താ സംഭവിച്ചതെന്ന് മാളുവിന് മാത്രമേ അറിയൂ. എന്നിട്ട് മാളു പറഞ്ഞോ ഡേസി? ഇല്ല, അവളോട് തൽക്കാലം ഒന്നും പറയണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ജോബിൻ അറിഞ്ഞോ? ഞാൻ അവനോട് ഇതെങ്ങനെ പറയൂന്ന് വിഷമിച്ചിരിക്കായിരുന്നു ഗീത. എന്റെ സങ്കടം കണ്ടിട്ടാവും അവനെന്തോ സംശയം തോന്നി ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ അവനോട് കാര്യം പറഞ്ഞു. ഇപ്പൊ ആ സങ്കടവും കാണേണ്ടി വന്നു. എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ച് സന്തോഷിച്ചിരുന്നതല്ലേ. ദൈവം തമ്പുരാൻ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു വേദന കൂടി തന്നതെന്ന് മനസ്സിലാവുന്നില്ല. സാരമില്ല. ആ, വിജയ് എന്തു പറയുന്നു? നാളെയോ മറ്റോ ഞാൻ സൗകര്യമില്ല വിളിക്കാൻ ഡേസി. അത് മതി ഗീത. ഡേസിയാണോ വിളിച്ചത്? അതെ. എന്താ പുതിയ വിശേഷം? അപ്പുനെ കുറിച്ച് വല്ലതും അറിഞ്ഞോ? ഇല്ല, മാളുവിന്റെ കാര്യം പറയാനാ ഡേസി വിളിച്ചത്. മാളൂന് എന്താ വിശേഷം? മാളു ഹോസ്പിറ്റലിലാ. ആ കുഞ്ഞ് അബോർട്ടഡായി. ആണോ? എന്താ പെട്ടെന്ന് സാറിന് അങ്ങനെ ഒരു ഡൗട്ട് വന്ന കാരണം? അതിൻ്റെ എന്തെങ്കിലും സൂചന വല്ലതും മാളുവിൽ നിന്ന് കിട്ടിയോ? ഏയ് ഇല്ലില്ല, ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. ഇതിനു മുമ്പൊരിക്കൽ അരുൺ മാളുവിനെ കാണാൻ വേണ്ടി രാത്രി വീട്ടിൽ വന്നിരുന്നു. അന്നവൻ എൻ്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അതുപോലെ എങ്ങാനും ഇത്തവണ അവന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിക്കൂടായില്ലല്ലോ. ഇല്ല സർ, അങ്ങനെ ഒരു മണ്ടത്തരം അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, സാറും കൂടെ നേരിട്ട് ഈ കേസിൽ ഇൻവോൾവ് ചെയ്ത സ്ഥിതിക്ക് ഇനി അങ്ങനെ ഡയറക്റ്റായൊരു നീക്കം അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സാറിന് ഇങ്ങനെ ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് നമുക്കിത് സിയോടൊന്ന് ഷെയർ ചെയ്യാം. അവരുടെ ഭാഗത്തു നിന്നും അപ്പോൾ ഗൗരവമായൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുമല്ലോ. തൽക്കാലം അത് വേണ്ടെന്നത്. വേണ്ടെന്നോ? അതും തോറ്റി. ഇപ്പം മാളുവിൻ്റെ കണ്ടീഷൻ അല്പം ക്രിട്ടിക്കലാണ്. ഈ അവസ്ഥയിൽ ഒരു പോലീസ് എൻക്വയറിയും സ്റ്റേറ്റ്മെന്റ് എടുക്കലും എന്നൊക്കെ പറഞ്ഞാൽ അത് വേണ്ടെന്നത്. അത് ശരിയാവില്ല. അവളൊന്ന് സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നിട്ടാവാം അന്വേഷണവും മൊഴിയെടുക്കലും ഒക്കെ. ഓക്കെ, സാറിനതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ മതി. പക്ഷേ എന്തെങ്കിലും വൈറ്റലായ ഒരു എവിഡൻസ് അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷനെ നന്നായി സഹായിക്കും. അതുകൊണ്ടാണ് നമ്മളായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കാമെന്ന് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് വേണ്ടെന്നത്. നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. മാളു ഒന്ന് നോർമൽ ആയിക്കോട്ടെ, എന്നിട്ട് അവളോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ വെറും തോന്നലുകളാണെങ്കിലും. അങ്ങനെ വെറും തോന്നലുകളെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല സാർ. അവന്മാർ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദർ ഇസ് എ ചാൻസ്. സാറിൻ്റെ സംശയം ജെന്യൂനാണ്.
അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരുന്ന മാളുവിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരില്ലല്ലോ. അത് നമ്മുടെ വെർഷനല്ലേ. മാളുവിന് മറ്റൊന്നാണ് പറയാനുള്ളതെങ്കിലും. ഓക്കെ എനിക്ക് മനസ്സിലാവും. ശരി, മാളുവിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് മതി മൂവ് ചെയ്യാൻ എന്നാണോ സാറ് പറയുന്നത്? അതെ, ഞാൻ മാളുവിനോടൊന്ന് സംസാരിക്കട്ടെ. അധികം വൈകാതിരുന്നാ നല്ലത്. ഓക്കെ, എനിക്കറിയാം. നന്ദന്റെ സിസ്റ്ററിന് എങ്ങനെയുണ്ട് ഇപ്പോൾ? അവളും വല്ലാതെ പാനിക്കായി പോയി സാർ. അവളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം, അതും അത്ര ക്രൂരമായി. ആ സമയത്ത് സാർ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ ഇതിലും ഭീകരമാവുമായിരുന്നു. ആക്ച്വലി ഞാൻ പിന്നൊരു ദിവസം അരുണിനെ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ആ ലോഡ്ജിലെ മാനേജർ അവൻ്റെ വീടിരിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു തന്നപ്പോൾ എന്തായാലും ഒന്ന് കയറി സംസാരിച്ചേക്കാന്ന് കരുതി. അങ്ങനെ അന്വേഷിച്ചു പോയതാ ഞാൻ. അത് നന്ദൻ്റെ അനിയത്തിക്കുട്ടിയുടെ ഒക്കെ ഒരു ഭാഗ്യം. ഉറപ്പായിട്ട് സാർ, അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. നോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്ദൻ. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളൊക്കെ തുല്യ ദുഃഖിതരല്ലേ. എൻ്റെ മകനായുള്ള പ്രായമേ ഈ പിള്ളേർക്ക് രണ്ടും. എന്നിട്ടും എന്ത് കൂസലില്ലാതെ അവൻ എന്നോട് സംസാരിച്ചെന്നറിയോ? ഒടുക്കം ഞാൻ നന്ദൻ്റെ സിസ്റ്ററിനെ സേവ് ചെയ്യുന്നൊരു ഘട്ടം വന്നപ്പോൾ എന്നെ കൊല്ലാൻ വരെ മടി കാണിക്കാത്തവന്മാരാ. എങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത് എനിക്ക് അത്ഭുതം തോന്നുക. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സാർ. ഇപ്പോഴത്തെ ജനറേഷൻ സോഷ്യലി ഇഗ്നോറൻ്റ് ആണ്. അതുപോലെ തന്നെ ഒന്നിനോടൊരു കമ്മിറ്റ്മെൻസും ഇല്ല. അവരുടെ നിഘണ്ടുവിൽ ജീവിതത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ആഘോഷം. അതിന് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. പിന്നെ കാറ്റലിസ്റ്റായി ഈ പറയുന്ന ലഹരി വസ്തുക്കളും ഉണ്ടല്ലോ. അതുകൂടി ആവുമ്പോൾ പിന്നെ കൂടപ്പിറപ്പുകളെ പോലും കണ്ടാൽ തിരിച്ചറിയാത്ത മട്ടിലാവും പെരുമാറ്റം. അപ്പു മിസ്സിംഗ് ആണെന്ന കാര്യം സിസ്റ്ററിനോട് പറഞ്ഞോ? ഇല്ല, അത് അവളോട് എങ്ങനെ പറയുന്നൊരു ഡിലമയിലാണ് ഞാൻ. അപ്പു എങ്ങോട്ടാണ് പോയെന്ന് വല്ലതും? ഇല്ല, അപ്പുവിൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഉണ്ടല്ലോ, അംബുജാക്ഷൻ. അതെ, അമ്പി മോമൻ. പുള്ളിയുടെ അടുത്തുണ്ടാവുന്ന നിഗമനത്തിൽ വിശ്വാസത്തിലുമാണ് ഞങ്ങൾ. ഏതായാലും അപ്പോൾ നിങ്ങളെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം. ഷുവർ. ഓക്കെ നന്ദ്, ഞാനെന്നാ ഹോസ്പിറ്റലിലേക്ക് അല്ലട്ടെ. അപ്പോൾ ഇപ്പോഴും അരുണും സാമുക്കുട്ടിയും പോലീസിന്റെ വലയ്ക്ക് പുറത്ത് തന്നെയാണല്ലേ? CA പറഞ്ഞ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ അവർ സ്റ്റേറ്റ് വിട്ട് പോകാനാണ് കൂടുതലും സാധ്യത. അതിലെ സാംകുട്ടിയുടെ അപ്പൻ ഇത്തിരി പൊളിറ്റിക്കൽ കണക്ഷനും അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അയാളുടെ ഒരു ബാക്കപ്പ് ഇവന്മാർക്കുണ്ടാവും. ഏതായാലും അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ശരി നന്ദൻ, എന്നാൽ പിന്നെ ഞാൻ വിളിക്കാം. ഓക്കെ. ദാ, ഈ മെഡിസിൻ ഡിസ്പെൻസറിയിൽ നിന്ന് എടുക്കണം. ഡ്യൂട്ടി റൂമിൽ തന്നിരുന്നാ മതി. ശരി സിസ്റ്ററെ, മോക്കെന്തേലും ഭക്ഷണം കൊടുക്കാമല്ലോ. കഞ്ഞിയോ ജ്യൂസോ അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും മതി. ഓ, പാവം, 2 ദിവസം കൊണ്ട് എൻ്റെ കുഞ്ഞങ്ങ് കോലം കെട്ടുപോയല്ലോ ഭഗവാനെ. ആ, എത്രയൊക്കെ ആയാലും ഒരു ജീവനങ്ങ് ഉരുകി പോയതല്ലേ. അമ്മേ, ഒന്ന് പതുക്കെ പറ, അവള് കേക്കും. ഇല്ല, മോള് നല്ല ഉറക്കവാ. ഏതു നേരം ഇങ്ങനെ വാടിയ ചീരത്തണ്ട് പോലെ കിടന്ന എങ്ങനെ ശരിയാവുക? അത് മെഡിസിൻ്റെ അമ്മേ, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. എന്നാ ഞാൻ പോയി മെഡിസിൻ വാങ്ങി വരാം. മുരളിയേട്ടാ, ക്യാൻറ്റീനിൽ നിന്ന് ബ്രെഡോ കോഫിയോ എന്തെങ്കിലും കൂടെ വാങ്ങിച്ചോ. ഇടയ്ക്ക് ഉണരുമ്പോ കൊടുക്കാലോ. ശരി. അല്ല ശ്രുതി, കുഞ്ഞിന്റെ കാര്യം നമ്മൾ എത്രയാന്ന് വെച്ചാ മാളൂരിൽ നിന്ന് മറച്ചു വെക്കുന്നേ? അങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ അമ്മേ. ഈ അവസ്ഥയിൽ അവളോട് തൽക്കാലം അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഡോക്ടർ തന്നെ അവളെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. എന്റെ ഈശ്വര, അവളിതറിയുമ്പോ എന്റെ കുഞ്ഞിതെങ്ങനെ സഹിക്കും? ആശിച്ചു മോഹിച്ചൊരു കുഞ്ഞുണ്ടായിട്ട് അതിന്റെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ. അവളിതറിയുമ്പോൾ അമ്മയായിട്ട് കൂടുതൽ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയോ കരയോ ഒന്നും ചെയ്യരുത്. ഇതൊന്നും അത്ര സാരമില്ലാത്ത മട്ടിൽ വേണം നമ്മൾ അവളോട് പെരുമാറാൻ. ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം.
കാര്യം അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയാമെങ്കിലും കടിഞ്ഞൂല് തന്നെ കളയായി പോയല്ലോ അശ്വതി. ഒന്നിപ്പിഴച്ച അപ്പടി പിഴയ്ക്കുമെന്നല്ലേ. ഇനി അങ്ങോട്ട് എന്തൊക്കെ കുരുക്കായിരിക്കും ഉണ്ടാകാൻ പോകുന്നെന്ന് ആർക്കറിയാം. ഓ, അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഇനി അതും ഇതും പറഞ്ഞ് അമ്മയും കൂടെ അവളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ആദ്യത്തേത് അബോർഷനായി പോയവരൊക്കെ പിന്നെ പ്രസവിക്കാതിരിക്കുവാണോ? എന്റെ കൊച്ച, ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറഞ്ഞല്ല. ആദ്യത്തേത് ഇങ്ങനായി സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും നോട്ടവും ഒക്കെ വേണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ അമ്മേ. ആദ്യം നടന്നതൊക്കെ അവളെ എങ്ങനെ അറിയിക്കുന്നുള്ള ടെൻഷനിലാ ഞാൻ. അയ്യോ വേണ്ട, വിട് വിടെന്നാ പറഞ്ഞത്. അയ്യോ മാളു, മാളു ചേച്ചി. മോളെ, എന്താ മോളെ, ഉറക്കത്തിൽ സ്വപ്നം വല്ലതും കണ്ടോ? പാവം, വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും. ആ, അതിനൊരു വഴിയുണ്ട്. മറിക്കേ, പോ ശാശേ, പോ. വല്ല പേയോ ശാശോ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ. മാളു, മോക്ക് കഴിക്കാൻ വല്ലതും എടുക്കട്ടെ? വേണ്ട. കൊച്ചിന് കാര്യമായിട്ട് എന്തോ പേടി തട്ടിയിട്ടുണ്ടല്ലോ അശ്വതി. ലക്ഷണം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഞാനും അതേപ്പറ്റി ആലോചിച്ചത്. ഇന്നലെ ലേബർ റൂമിൽ വെച്ച് ശ്രദ്ധിച്ചപ്പോഴും അവൾ എന്തോ ഭയന്ന മട്ടിലായിരുന്നു. ആ കൊച്ചനെങ്ങാനും അവളെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിട്ടെങ്ങാനും ഉണ്ടാവൂ. എന്തായാലും മോള് മയക്കം വിട്ട് എഴുന്നേക്കട്ടെ. എന്താ സംഭവമെന്ന് ഞാൻ നയത്തി ചോദിക്കാം. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്ന നിപ്പില് ഇവക്കിങ്ങനെ സംഭവിക്കില്ല, അത് ഉറപ്പാ. മാളുവിനോട് താൻ കാര്യങ്ങളും എല്ലാം ചോദിച്ചോ? ഇല്ലെന്നേ. ഈ അവസ്ഥയിൽ അവളോട് എങ്ങനെ ഞാൻ ചോദിക്കുന്ന മുരളിയേട്ടാ? സത്യം പറഞ്ഞാ അവളുടെ അടുത്ത് കുറച്ചുപേരെ ഇരിക്കാൻ പോലും എനിക്ക് പേടിയാ. കുഞ്ഞിനെ കുറിച്ച് അവൾ എന്തെങ്കിലും ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട്. അമ്മയോട് വല്ലതും സൂചിപ്പിച്ചോ? ഞാൻ അങ്ങോട്ടൊന്നും പറയാതെ തന്നെ അമ്മ ചില സംശയങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. മാളു കേട്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതധികം പ്രോത്സാഹിപ്പിക്കാൻ പോയില്ല. ഒരു കാര്യം ഉറപ്പാ മുരളിയേട്ടാ, അന്ന് രാത്രി മാളുവിന് തക്കതായി എന്തോ പേടി തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ അവൾ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുകയും പിച്ചും പെയ്യും ഒക്കെ പറയുകയും ചെയ്യുന്നത്. അമ്മയും അത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇനി അപ്പു എങ്ങാനും അന്നവിടെ വന്നിട്ടുണ്ടാവോ? അപ്പോ? അതെങ്ങനെ? അപ്പു ഹോസ്പിറ്റലിലല്ലേ? അപ്പു ഹോസ്പിറ്റലിൽ നിന്ന് സ്വയം ഡിസ്ചാർജ് വാങ്ങിപ്പോയെന്ന് അഡ്വക്കേറ്റ് നന്ദൻ പറഞ്ഞു. എങ്ങോട്ട് പോയെന്നോ ആളിപ്പോ എവിടെയുണ്ടെന്നോ ആർക്കും അറിയില്ല. അമ്പിമാമന്റെ ഒപ്പം പോയതാവാനാണ് സാധ്യതയെന്നാ നന്ദൻ പറയുന്നത്. അതാ ഇനി അപ്പു എങ്ങനെയാണോ എന്ന് ഞാൻ സംശയം പറഞ്ഞത്. അത് അപ്പു ആവില്ല. അപ്പുവിനെ കണ്ട മാളു ഇങ്ങനെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ല, അപ്പുവിന് ഇത്രയും റിസ്ക് എടുത്തു വന്ന് മാളുവിനെ കാണേണ്ട കാര്യം എന്താ? പിന്നെ അപ്പു ഓർണമെന്റ്സ് ഒന്നും ധരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് മുരളിയേട്ടൻ അന്ന് അവിടുന്ന് കിട്ടിയ ചെയിനിന്റെ കഷ്ണം അപ്പുവിൻ്റെതാവാൻ ചാൻസും ഇല്ല. ഏതായാലും മാളു പൂർണ്ണമായി ഒന്ന് നോർമലായിട്ട് താൻ അവളോട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കും. മുരളിയേട്ടനൊരു കാര്യം ചെയ്യ്. ഇന്ന് പോകുമ്പോ അമ്മയെ കൂടെ കൂട്ടിക്കോ. റൂമിലായതുകൊണ്ട് എനിക്ക് തനിച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോ മാളുവിനോട് സമാധാനമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. എന്താ അങ്ങനെ ചെയ്യാം? അല്ല, നന്ദൻ പിന്നെ വേറൊന്നും പറഞ്ഞില്ലേ? ആ അരുണിനെയും ഒപ്പം ഉണ്ടായവനെ പറ്റി എന്തെങ്കിലും? പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. രണ്ടുപേരും സ്റ്റേറ്റ് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്നാ പോലീസിന്റെ നിഗമനം. ഇൻവെസ്റ്റിഗേഷൻ ആ വഴിക്ക് നീങ്ങുന്നുണ്ട്. അവരിവിടം വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെങ്ങനെ അവർ മാളുവിനെ തേടി വരും? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. അതാ എന്റെയും കൺഫ്യൂഷൻ. ഏതായാലും മാളു നോർമൽ ആകാതെ കാര്യങ്ങളൊന്നും വ്യക്തമാവില്ല. ഞാനും അമ്മയും പോയി കഴിയുമ്പോൾ താൻ അവളോടൊന്ന് എല്ലാം വിശദമായിട്ടൊന്ന് ചോദിച്ചറിയാൻ നോക്ക്. എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും.